ഹിജാബിന്റെ പേരിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവം ആസൂത്രിതമെന്ന് സൂചന. തുടർന്ന് പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂൾ 2 ദിവസത്തേക്ക് അടച്ചിടേണ്ടിയും വന്നു. ക്ലാസ്സിൽ ഹിജാബ് ധരിക്കണമെന്ന പെൺകുട്ടിയുടെ നിർബന്ധത്തെ തുടർന്നായിരുന്നു പ്രശ്നങ്ങൾ. സ്കൂളിലെ നിയമങ്ങൾ പാലിക്കാൻ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. IS-ന്റെ പരിച്ഛേദമാണ് സംസ്ഥാനത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ആരോപിച്ചു. പേരിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരാന്തരീക്ഷം അത് ആസൂത്രിതമാണ് എന്ന സംശയങ്ങൾ തന്നെയാണ് ശക്തമാകുന്നത്. കാരണം അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഈ ഒരു പെൺകുട്ടി സ്കൂളിൽ ചേരുന്നത് ഈ വർഷമാണ്, അധ്യയന വർഷമാണ്. സ്കൂളിൽ 8ാം ക്ലാസ്സിൽ ചേരുന്നത്. അതിന് 4 മാസങ്ങൾക്ക് ശേഷം ആദ്യമായി കഴിഞ്ഞ ചൊവ്വാഴ്ച കുട്ടി ഹിജാബ് ധരിച്ചു വരുന്നു. അതൊരു പൊതു പരിപാടി, അവിടെ കലാപരിപാടികൾ നടക്കുന്ന സ്കൂൾ ആർട്സ് ഡേയോട് അനുബന്ധിച്ചുള്ള ദിവസമാണ്. എന്നാൽ അവിടെ മറ്റ് കലാപരിപാടികളിൽ പങ്കെടുക്കാത്ത എല്ലാ കുട്ടികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂണിഫോം തന്നെ ധരിച്ചു വരണമെന്ന നിർദ്ദേശം അധികൃതർ നൽകിയിരുന്നു, സ്കൂൾ അധികൃതർ നൽകിയിരുന്നു. എന്നാൽ ഇത് പാലിക്കാതെയാണ് ഹിജാബ് ധരിച്ചു വന്നതും. ചോദ്യം ചെയ്തപ്പോൾ തന്റെ വിശ്വാസത്തിന് അനുസരിച്ചാണ് ഹിജാബ് ധരിക്കുന്നത് എന്നും അത് മാറ്റാൻ കഴിയില്ല എന്നും പറഞ്ഞത്. തൊട്ടടുത്ത ദിവസം ഇത് വീണ്ടും ആവർത്തിക്കുകയും തുടർന്നാണ് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുന്നതും കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ അവരുടെ നിലപാടും മാതാപിതാക്കളുടെ നിലപാട് എന്ന് പറയുന്നതും ഇത്തരത്തിൽ തന്നെയായിരുന്നു. ഹിജാബ് ധരിച്ചു തന്നെയാണ് വരാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ TC വാങ്ങി പോകാമെന്ന കാര്യം, അല്ലെങ്കിൽ ഇനി പ്രവേശനം തുടരണമെന്നില്ല എന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. തുടർന്നാണ് 10ാം തീയതി സംഘടിതമായി തന്നെയുള്ള പ്രശ്നങ്ങൾ സ്കൂളിൽ ഉണ്ടാക്കുന്നത്. അവിടെ നിരവധി ആളുകൾ എത്തുന്നു. SDPIയുടെ പ്രാദേശിക നേതാവ് അടക്കമുള്ള ആളുകൾ എത്തിയാണ് പിന്നീട് വലിയ ഭീകരാന്തരീക്ഷവും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നതും അവിടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ചെറിയ കുട്ടികളടക്കമുള്ള ആളുകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. സ്കൂളിൽ വന്ന കുട്ടികളുണ്ടായിരുന്നു, അവരുടെ രക്ഷിതാക്കൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ഭയപ്പെട്ടു പോകുന്ന വിധമായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായത്. ഇതിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിൽ അടക്കം പരാതികൾ നിലവിൽ നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇത്തരമൊരു സംഭവം ആസൂത്രിതമായി തന്നെ ഹിജാബ് ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടു വരണമെന്ന് എന്നും അവിടെ സ്കൂൾ യൂണിഫോമിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ യൂണിഫോം കോഡിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നിർദ്ദേശം സ്കൂൾ അധികൃതർ പറഞ്ഞിട്ടുള്ളത് എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും ഹിജാബ് ധരിച്ച് മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരികയും അത് വലിയ ഒരു സംഘർഷത്തിലേക്കും അല്ലെങ്കിൽ തർക്കത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും എല്ലാം എത്തിച്ചതിന് പിന്നിലുള്ള ഗൂഢാലോചനയാണ് ഇനി പ്രധാനമായും പുറത്തു വരാനുള്ളത്.